കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, ഒന്നും രണ്ടുമല്ല 16,000 രൂപയാണ് ഇവരെ ഗൂഗിൾ പേ ചെയ്തത്. ഇവരെ ഇപ്പോൾ സാക്ഷികളാക്കാനാണ് തീരുമാനം എന്നറിയുന്നു. അനുരാജിന് ഇവർ 16,000 രൂപ കൊടുത്തത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ. പണമായിട്ടും ചിലരെങ്കിലും പൈസ കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും. കഞ്ചാവ് വേട്ടയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാല ജോയിന്റ് ഡയറക്ടറും. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നാണ് കണ്ടെത്തൽ. എസ് ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ. എസ് ശരൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ പോളിടെക്നിക്കിലെ കഞ്ചാവ് വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് അറിയുന്നു. ആർക്കും എപ്പോഴും കയറി ഇറങ്ങാവുന്നൊരു സത്രമായിരുന്നു ഈ കോളേജ് ഹോസ്റ്റൽ എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഞ്ചാവിന് വേണ്ടിയിട്ട് പണം കൊടുത്ത് കാത്തിരുന്ന ഉപഭോക്താക്കളായ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസും എക്സൈസും തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു നിർണായകമായ നീക്കമാണല്ലേ? അരുൺകുമാർ, അത് നിർണായകമായ നീക്കമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും നേരത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നതാണ്. ഈ 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് സംബന്ധിച്ച പണപ്പിരിവ് നടത്തിയിരുന്നത്. അങ്ങനെ പണപ്പിരിവ് നടത്തിയ അല്ലെങ്കിൽ അങ്ങനെ പണം കൈമാറിയ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ പ്രധാനമായും സാക്ഷികളായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെ 16,000 രൂപയാണ് വിദ്യാർത്ഥികൾ അനുരാജിന്റെ ഗൂഗിൾ പേ വഴി അനുരാജിനൊക്കെ അയച്ചു നൽകിയിരുന്നത്, അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയിരുന്നത്. ഇതിന് പുറമെ തന്നെ പണമായും കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പണം എത്രയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത പോലീസിനില്ല. അതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ടാണ്. അതായത് നേരത്തെ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ 3 തലത്തിലുള്ള അന്വേഷണമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പോലീസിന്റെ അന്വേഷണമാണ്. ഇതിന് പുറമെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കോളേജും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച സാങ്കേതിക സർവകലാശാല വിഭാഗം ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഈ ക്യാമ്പസിലേക്ക് എത്തുകയും കോളേജിലേക്ക് എത്തുകയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ കോളേജ് മൊഴിയായി നൽകിയത് ഇത് നേരത്തെ തന്നെ 1.5 മാസം മുമ്പ് തന്നെ ഇവിടുത്തെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ.